ഹരി ഓം. ശ്രീമന്നാരായണീയം ദശകം 59 പ്രസിദ്ധമായ വേണുഗാനം എന്നുള്ള പ്രകരണത്തിൽ നിന്ന് ഉള്ള ഭാഗങ്ങളാണിത്. പ്രകരണത്തിൻ്റെ ഒരു ചെറിയ രൂപമാണിത്. ഭാഗവതത്തിലെ വേണുഗാനത്തിൻ്റെ ഒരു ചെറിയ രൂപം. ഹരി ഓം. ത്വദ്വപൂർണവകളായ കോമളം പ്രേമദോഹനമശേഷമോഹനം ബ്രഹ്മതത്വപരചിന്മുദാത്മകം വീക്ഷ്യ മുമുഹുരന്വഹം സ്ത്രിയഃ വീക്ഷ്യ മുമുഹുർ അന്വഹം. ത്വദ്വപൂർണവകളായ കോമളം പ്രേമദോഹനമശേഷമോഹനം ബ്രഹ്മതത്വപരചിന്മുദാത്മകം വീക്ഷ്യ മുമുഹുരന്വഹം സ്ത്രിയഃ മന്മഥോന്മഥിതമാനസാക്രമാത് ത്വദ്വിലോകന രഥാസ്തതസ്തതഃ ത്വദ്വിലോകന കഴിഞ്ഞിട്ട് രഥാസ്തതസ്തതഃ ഗോപികാസ്തവ നസേഹിരേ ഹരേ കാനനോപഗതിം അപ്യഹർമുഖേ കാനനോപഗതിം കാനന ഉപഗതിം അപി അഹർമുഖേ മന്മഥോന്മഥിതമാനസാക്രമാത് ത്വദ്വിലോകന രഥാസ്തതസ്തതാ ഗോപികാസ്തവ നസേഹിരേ ഹരേ കാനനോപഗതിമപ്യഹർമുഖേ നിർഗതേ ഭവതി ദത്തദൃഷ്ടയഃ ത്വദ്ഗതേന മനസാ മൃഗേക്ഷണാം വേണുനാദമുപകർണ്യ ദൂരതഃ ത്വദ് വിലാസകഥയാഭിരേമിരേ. ഇത് രണ്ടിടത്ത് വിസർഗം ഇടാൻ നമ്മൾ വേറെ ഇടുന്നുണ്ട്. നിർഗതേ ഭവതി ദത്തദൃഷ്ടയഃ അങ്ങനെയാക്കുക. എന്നിട്ട് സ വെട്ടിയിട്ട് ത്വദ്ഗതേന മനസാ മൃഗേക്ഷണാ വേണുനാദമുപകർണ്യ ദൂരതഃ പിന്നെ സ വെട്ടിയിട്ട് ത്വദ്വിലാസകഥയാഭിരേമിരേ. വേഗം വളരെ സ്പീഡിൽ വായിക്കാൻ പരിശീലിച്ച് കഴിഞ്ഞാൽ ഈ വിസർഗം ഒക്കെ മാറ്റി ഒന്നിച്ച് വായിക്കാം. അതെങ്ങനെയാണെന്ന് ഞാനൊന്ന് കാണിച്ചു തരാം, വായിച്ച് കേൾപ്പിക്കാം. നിർഗതേ ഭവതി ദത്തദൃഷ്ടയസ്ത്വദ്ഗതേന മനസാ മൃഗേക്ഷണ വേണുനാദമുപകർണ്യ ദൂരതസ്ത്വദ്വിലാസകഥയാഭിരേമിരേ. മനസ്സിലായോ? അങ്ങനെയും വായിക്കാം. പക്ഷേ വായിച്ച് പഠിക്കുമ്പോൾ ഇങ്ങനെ തന്നെ പഠിക്കുക. കാനനാന്തമിതവാൻ ഭവാനപി സ്നിഗ്ധപാദപ തലേ മനോരമേ വ്യത്യയാ കലിതപാദമാസ്ഥിത പ്രത്യപൂരയത വേണുനാളികാം. ഭാഗവതത്തിൽ ഗംഭീരമായിട്ട് പറഞ്ഞിരിക്കുന്ന ബർഹാപീഠം നടവരവപു കർണയോ കർണികാരം അതഭിഭ്രദ്വാസ കനകകപിശം വൈജയന്തിം ജമാല രന്ധ്രാൻ വേണോരധരസുധയാ പൂരയൻ ഗോപവൃന്ദൈർവൃന്ദാരണ്യം. ആ ശ്ലോകത്തിനെയാണ് ഇത് ഓർമ്മിപ്പിക്കുന്നത്. ആ ഭഗവാന്റെ നിൽപ്പ് ത്രിഭംഗ രീതിയിൽ, അതായത് മൂന്നായിട്ട് വളഞ്ഞു നിൽക്കുന്ന ആ രീതിയിലുള്ള നിൽപ്പിനെയാണ് ഈ ശ്ലോകം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാനനാന്തമിതവാൻ ഭവാനപി സ്നിഗ്ധപാദപതലേ മനോരമേ വ്യത്യയാ കലിതപാദമാസ്ഥിതഃ പ്രത്യപൂരയത വേണുനാളികാം. മാരബാണധുതഖേചരീകുലം നിർവികാര പശുപക്ഷിമണ്ഡലം ദ്രാവണം ച ദൃശതാമഭിപ്രഭോ താവകം വ്യജനി വേണുകൂജിതം വേണുരന്ധ്രതരളാങ്കുലീദളം താളസഞ്ചലിതപാദപല്ലവം
തസ്ഥിതം തവ പരോക്ഷമപ്യഹോ സംവിചിന്യ മുമുഹുർവ്രജാംഗനാ വേണുരന്ധ്രതരളാങ്കുലീദളം താളസഞ്ചലിത പാദപല്ലവം തസ്ഥിതം തവ പരോക്ഷമപ്യഹോ സംവിചിന്യ മുമുഹുർവ്രജാംഗനാ നിർവിശങ്ക ഭവദംഗദർശിനി ഖേചരീ ഖഗമൃഗാൻ പശൂനപി ത്വത്പദപ്രണയികാനനം ച താ ധന്യധന്യം ഇതി നന്വമാനയൻ നിർവിശങ്ക ഭവദംഗദർശിനി ഖേചരീ ഖഗമൃഗാൻ പശൂനപി ത്വത്പദപ്രണയികാനനം ച താ ധന്യധന്യമിതി നന്വമാനയൻ ആപിപേയമധരാമൃതം കഥാ വേണുഭുക്തരസശേഷമേകദാ ദൂരതോ ബതകൃതം ദുരാശയേതി ആകുലാമുഹുരിമാ സമാമുഹൻ ആപിബേയം അധരാമൃതം കഥാ വേണുഭുക്ത രസശേഷമേകദാ ദൂരതോ ബതകൃതം ദുരാശയേതി ആകുല മുഹുരിമാ സമാമുഹൻ. ഇതൊന്നിച്ചും വായിക്കുന്നതിന് തെറ്റില്ല. ദൂരതോ ബതകൃതം ദുരാശയേത്യാകുല മുഹുരിമാ സമാമുഹൻ. അങ്ങനെ വായിക്കാവുന്നവർ അങ്ങനെ വായിച്ചോളൂ. പ്രത്യഹം ച പുനരിദ്ധമംഗനാ പ്രത്യഹം ച പുനരിദ്ധമംഗനാ ചിത്തയോനിജ നിതാദനുഗ്രഹാത് ചിത്തയോനിജ നിതാദ അനുഗ്രഹാത് ബദ്ധരാഗവിവശാസ്ത്വയി പ്രഭോ നിത്യമാപുരിഹ കൃത്യമൂഢതാം. ഇനി അടുത്തത് ഈ ഈണത്തിലല്ല, വൃത്തം വേറെയാണ്. രാഗസ്താവത് ജായതേ ഹി സ്വഭാവാ മോക്ഷോപായ യത്നതസ്യാന്ന വാ സ്യാത് താസാം ത്വേകം തദ്വയം ലബ്ധമാസീത് ഭാഗ്യം ഭാഗ്യം പാഹി മാം മാരുതേശാം. രാഗസ്താവത് ജായതേ ഹി സ്വഭാവാ മോക്ഷോപായോ യത്നതസ്യാന്ന വാ സ്യാത് താസാം ത്വേകം തദ്വയം ലബ്ധമാസീത് ഭാഗ്യം ഭാഗ്യം പാഹി മാം മാരുതേശ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ.